ആകാശത്തോളം ഉയരുന്ന സ്വപ്നങ്ങളും ലോകത്തെ ഞെട്ടിക്കുന്ന സാങ്കേതിക വിദ്യകളുമാണ് ഇലോൺ മസ്ക് ലോകത്തിന് നൽകിയിട്ടുള്ളത്. ആഗോള സാങ്കേതിക വിദ്യയുടെ അമരക്കാരൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കാം. വിവര സാങ്കേതിക രംഗത്ത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യാന്തര പങ്കാളിത്തത്തിന് വലിയ പ്രസക്തിയുണ്ടെന്ന് പലതവണ മസ്ക് തെളിയിച്ചിട്ടുണ്ട്. സ്റ്റാർലിങ്ക്, സ്പേസ് എക്സ്, ടെസ്ല, ട്വിറ്റർ തുടങ്ങി മസ്കിന്റെ ലോകത്തിനുള്ള സംഭാവനകൾ അത് നിരവധിയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവ മനുഷ്യജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി എങ്ങനെ പ്രയോജനപ്പെടുത്താം തുടങ്ങിയ ചർച്ചകളിലെല്ലാം മസ്ക് സജീവമാണ്. മസ്ക് സാങ്കേതിക ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ചാണ് ഇന്ന് ടെക് ടോക്കിലൂടെ പറയുന്നത്. $12 വയസ്സിൽ കമ്പ്യൂട്ടർ ഗെയിം വികസിപ്പിച്ച് $500 വിറ്റു. പിന്നീട് കണ്ടത് മുഴുവൻ അസാധ്യമെന്ന് സമൂഹം കരുതിയ സ്വപ്നങ്ങളായിരുന്നു. ഇന്ന് $750 ബില്യൺ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇലോൺ മസ്കിന് പ്രത്യേകതകളേറെയുണ്ട്. ആരാണ് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്രത്തോളം ലോകമറിയുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട്. കയറി കിടക്കാൻ സ്വന്തമായി വീടില്ലെന്ന് പറഞ്ഞ മസ്ക് മനുഷ്യർക്കായി ഇന്ന് ചൊവ്വയിൽ വീട് പണിയാനുള്ള ശ്രമത്തിലാണ്. ലോക കോടീശ്വരൻ ഇലോൺ മസ്ക് ഓരോ ദിവസവും അതിശയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണം നടത്തുന്ന ഓപ്പൺ-എഐ, അതിവേഗ യാത്രാ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ബോറിംഗ് കമ്പനി, കുറഞ്ഞ ചിലവിൽ ഊർജ്ജം എത്തിക്കുന്ന സോളാർ സിറ്റി, മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗത എന്ന ലക്ഷ്യവുമായി ഹൈപ്പർ ലൂപ്പ്, മനുഷ്യന്റെ തലച്ചോർ തുരന്ന് ചിപ്പുകൾ സ്ഥാപിക്കാൻ ന്യൂറ ലിങ്ക് എന്നിങ്ങനെ ഭാവിയിലേക്കുള്ള നിരവധി പദ്ധതികളിൽ ഈ ഫ്യൂച്ചറിസ്റ്റിക് സംരംഭകൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സംരംഭകൻ, എഞ്ചിനീയർ, ഇൻവെസ്റ്റർ, നിക്ഷേപകൻ. ആരാണ് ഇലോൺ മസ്ക്? അതിസമ്പന്നർ ഒരിക്കലും സഞ്ചരിക്കാൻ ധൈര്യപ്പെടാത്ത വഴികളിലൂടെയാണ് ഇലോൺ മസ്ക് എന്നും യാത്ര ചെയ്തിട്ടുള്ളത്. കയറിക്കിടക്കാൻ സ്വന്തമായി വീടില്ലെന്ന് പറഞ്ഞ മസ്ക് മനുഷ്യർക്കായി ചൊവ്വയിൽ നിന്ന് വീട് പണിയാനുള്ള ശ്രമത്തിലാണ്. 1971 ജൂൺ 28 പ്രിട്ടോറിയയിലായിരുന്നു മസ്കിന്റെ ജനനം. മസ്കിന്റെ പിതാവ് ദക്ഷിണാഫ്രിക്കൻ വെളുത്തവർഗക്കാരനും മാതാവ് കനേഡിയൻ വംശജയുമായിരുന്നു. 10 വയസ്സായപ്പോഴേക്കും കമ്പ്യൂട്ടറിൽ മസ്കിന് വലിയ താല്പര്യമായി. ഈ കാലത്താണ് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വേർപിരിയുന്നത്. 12-ാം വയസ്സിൽ അദ്ദേഹം ബ്ലാസ്റ്റർ എന്ന കമ്പ്യൂട്ടർ ഗെയിം വികസിപ്പിച്ചു വിറ്റു. ക്വീൻ സർവകലാശാലയിൽ ഉപരിപഠനത്തിനായി 17-ാം വയസ്സിൽ മസ്ക് കാനഡയിലേക്ക് പോയി. അവിടെ 2 വർഷം പഠിച്ചതിനു ശേഷം പെൻസിൽവാനിയ സർവകലാശാലയിൽ ഭൗതികശാസ്ത്രവും ബിസിനസ്സും പഠിക്കാൻ പോയി. അതിനുശേഷം സാൻഫോർഡിൽ PhD ചെയ്യാൻ എത്തി. പക്ഷേ ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയ അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ അവിടുത്തെ പഠനം അവസാനിപ്പിച്ചു. ഉടൻ തന്നെ അദ്ദേഹം SIP2 എന്ന കമ്പനി ആരംഭിച്ചു. ലോക കോടീശ്വരൻ ഇലോൺ മസ്ക് ഓരോ ദിവസവും അതിശയനായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാനാകുന്നത്. ധനസമ്പാദനം ഇത്രയ്ക്ക് എളുപ്പമാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ആസ്തിയിലുണ്ടായ വർധന $150 ബില്യൺ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ഇലോൺ മസ്കിന്റെ ആസ്തി $750 ബില്യൺ, അതായത് 67.18 ലക്ഷം കോടി രൂപ പിന്നിട്ടിട്ടുണ്ട്. ലോകത്ത് ഇത്രയധികം ആസ്തി കൈവരിക്കുന്ന മറ്റൊരു വ്യക്തിയില്ല. ഇക്കഴിഞ്ഞ ഡിസംബർ 16, അതായത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ആസ്തി $600 ബില്യൺ, അതായത് 54 ലക്ഷം കോടി രൂപ ആയിരുന്നുവെന്ന് അറിയേണ്ടതുണ്ട്. മസ്കിന്റെ $56 ബില്യൺ ടെസ്ല ശമ്പള പാക്കേജ് $139 ബില്യൺ ഉയർത്തിയ ഡെൽവെയർ സുപ്രീം കോടതി വിധിയാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായതും. ഇതാണ് ലോക കോടീശ്വരന്റെ സമ്പത്ത് ദിവസങ്ങൾക്കുള്ളിൽ $150 ബില്യൺ കുതിപ്പിനുള്ള കാരണം. ഫോബ്സ് ബില്യണേഴ്സ് സൂചിക പ്രകാരം നിലവിൽ മസ്കിന്റെ ആസ്തി $649 ബില്യൺ ആണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ധനികരായ 40 വ്യക്തികളുടെ സംയുക്ത ആസ്തിക്ക് തുല്യമാണ്. ആഗോള കോടീശ്വര പട്ടികയിലും ഇലോൺ മസ്ക് അജയ്യനായി തുടരുകയാണ്. 2-ാം സ്ഥാനക്കാരന് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്ര ഉയരത്തിലാണ് മസ്ക് നിലയുറപ്പിച്ചിരിക്കുന്നത്. പട്ടികയിലെ 2-ാം സ്ഥാനക്കാരൻ ലാരി പേജ് ആണ്. 3-ാമൻ ലാറി എലിസൺ, 4-ാമൻ ജെഫ് ബെസോസ എന്നിവരുടെ സംയുക്ത ആസ്തിയേക്കാൾ കൂടുതലാണ് മസ്കിന്റെ സമ്പാദ്യം.
ടെസ്ലയുടെ വിവാദ ശമ്പള പാക്കേജാണ് ഇന്ന് ഏറെ ചർച്ചയാകുന്നത്. 2018 ടെസ്ല മസ്കിന് $56 ബില്യൺ സ്റ്റോക്ക് ഓപ്ഷൻ പാക്കേജ് അനുവദിച്ചിരുന്നു. എന്നാൽ 2024 ഒരു കീഴ്ക്കോടതി ഈ വമ്പൻ പാക്കേജ് റദ്ദാക്കി. എന്നാൽ 2025 ഡിസംബറിൽ ഡെലവെയർ സുപ്രീം കോടതി അത് പുനഃസ്ഥാപിച്ചു. ഇന്ന് ഈ ശമ്പള പാക്കേജ് $139 ബില്യൺ മൂല്യത്തിൽ എത്തി നിൽക്കുന്നു. ആസ്തി വർധനയുടെ രണ്ടാമത്തെ കാരണം സ്പേസ് എക്സ് ആണ്. കമ്പനിയുടെ മൂല്യം $800 ബില്യൺ എത്തിയിരുന്നു. കമ്പനിക്കുള്ളിൽ ആന്തരിക ഓഹരി വിൽപ്പനയാണ് മൂല്യം പറക്കാൻ കാരണമെന്ന ആഗോള റേറ്റിംഗ് ഏജൻസിയായ റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്പേസ് എക്സിൽ മസ്കിന് ഏകദേശം 42% ഓഹരി പങ്കാളിത്തമാണുള്ളത്. $800 ബില്യൺ മൂല്യത്തിൽ കമ്പനി US ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യാൻ മസ്കിന്റെ ഓഹരിക്ക് മാത്രം $336 ബില്യൺ വില വരും. മസ്ക് ടെസ്ലയിൽ നിന്നും നേടിയ $1 ട്രില്യൺ ശമ്പള പാക്കേജ് ലോകത്തിന് തന്നെ അതിശയമായിരുന്നു. ഇതോടൊപ്പം ടെസ്ല ഓഹരികളുടെ കുതിപ്പ് കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഈ രണ്ടു കാര്യങ്ങൾ വഴി 2025 $340 ബില്യണിലധികം മസ്കിന്റെ സമ്പത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഓഹരി വില ഉയരുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സമ്പത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 2025 ടെസ്ല ഓഹരികൾ 13% ഉയർന്നു. ടെസ്ലയിൽ നിലവിൽ അദ്ദേഹത്തിനുള്ള ഓഹരികളുടെ മൂല്യം അത് $197 ബില്യൺ ആയിട്ടും ഉയർന്നിട്ടുണ്ട്. ദുബായ് ലോകത്തെ ഞെട്ടിക്കുന്ന സാങ്കേതിക വിദ്യകളുമായി ഇലോൺ മസ്ക് UAEയുടെ മണ്ണിലെത്തിയിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബിയിലും ദുബായ് കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായിലും മസ്കിന് ഉജ്ജ്വല സ്വീകരണം നൽകി. കേവലം ഔദ്യോഗിക ചർച്ചകൾക്കിപ്പുറം ഹൃദ്യമായ വ്യക്തിബന്ധത്തിന്റെ ചിത്രങ്ങളാണ് ഈ സന്ദർശനത്തിൽ ഉടനീളം കണ്ടത്. ആഗോള പുരോഗതിക്കായി നൂതന വിദ്യകൾ സമന്വയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അതായിരുന്നു അവിടെ ചർച്ചാ വിഷയം. ആഗോള സാങ്കേതിക വിദ്യയുടെ അമരക്കാരൻ ഇലോൺ മസ്കിനെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സ്വീകരിച്ചതോടെ വികസനത്തിന്റെ പുതിയ ആകാശങ്ങളാണ് അവിടെ തുറന്നത്. അബുദാബിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി എന്നിവ മനുഷ്യജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ആഗോള പുരോഗതിക്കായി നൂതന വിദ്യകൾ സമന്വയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും അടിവരയിട്ടു പറഞ്ഞു. വിവരസാങ്കേതിക രംഗത്ത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യാന്തര പങ്കാളിത്തത്തിന് വലിയ പ്രസക്തിയുണ്ടെന്ന് ഈ കൂടിക്കാഴ്ച വിലയിരുത്തപ്പെട്ടു. വിജ്ഞാന കൈമാറ്റവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമാണ് ഈ ഡിജിറ്റൽ പരിവർത്തനം പൂർണ്ണതയിലേക്ക് എത്താനും ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാനും സാധിക്കൂ എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും മസ്കും വ്യക്തമാക്കിയത്. സുസ്ഥിര വികസനത്തിനായി സാങ്കേതിക വിദ്യയെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിൽ UAEയുടെ പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ ഒരിക്കൽ കൂടി പ്രകടമായിരുന്നു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ദുബായ് കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി ഉപഭരണാധികാരിയും AITC ചെയർമാനുമായ ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദ് അൽ നഹ്യാൻ തുടങ്ങിയ പ്രമുഖരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഉന്നതതല സംഘത്തിന്റെ സാന്നിധ്യവുമുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയും പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ ഭരണാധികാരിയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച UAEയുടെ വരും കാല പദ്ധതികളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതേസമയം ഷെയ്ഖ് ഹംദാനോടൊപ്പം ഇലോൺ മസ്ക് കാറിൽ യാത്ര ചെയ്തതും കൗതുകമായിരുന്നു. ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, മാനവികതയുടെ ഭാവി എന്നിവയെക്കുറിച്ച് തങ്ങൾ ദീർഘനേരം ചർച്ച ചെയ്തതായും ഷെയ്ഖ് ഹംദാൻ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. ഇതിനു പുറമെ മസ്കിന്റെ 5 വയസ്സുകാരനായ മകൻ എക്സും യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു. ഷെയ്ഖ് ഹംദാനും മറ്റും സ്വന്തം മക്കളുടെ കൈപിടിച്ച മജ്ലിസിലേക്ക് നടന്നു പോകുന്ന ചിത്രം വികസനത്തിനോടൊപ്പം കുടുംബ ബന്ധങ്ങൾക്കും UAE നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു. ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന സമൂഹ മാധ്യമമായ ട്വിറ്ററിന് വിലയിട്ട വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഇലോൺ മസ്കിനെ അധികമാരും മറന്നു കാണില്ല. ട്വിറ്ററിന് വിലയിട്ടതോടെയായിരുന്നു ഇലോൺ മസ്ക് വാർത്തകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിന്നത്. അണുബോംബിനെ പോലെ മാരക പ്രഹരശേഷി ഇക്കാലത്ത് സോഷ്യൽ മീഡിയയ്ക്കുമുണ്ട്.
ഇലോൺ മസ്ക് സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്കായി തെറ്റിദ്ധരിപ്പിക്കുന്ന ട്വീറ്റുകൾ ചെയ്തതിന്റെ പേരിൽ നേരത്തെ പിഴയൊടുക്കേണ്ടി വന്നിട്ടുമുണ്ട്. ട്വിറ്ററിനെ കടന്നാക്രമിക്കുന്ന മസ്ക് എഡിറ്റ് ബട്ടൺ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ട്വിറ്റർ അല്ല, പകരം അത് എക്സ് ആക്കി മാറ്റിയതും ലോകം കണ്ടു. ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന സമൂഹ മാധ്യമമായ ട്വിറ്ററിന് വിലയിട്ട് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഇലോൺ മസ്കിനെ അധികം ആരും മറന്നിട്ടില്ല. ഇന്നത് ട്വിറ്റർ അല്ല, പേര് മാറ്റി എക്സ് ആക്കിയിട്ടുണ്ട്. എക്സ് എന്നത് അതിൻ്റെ ഉപയോക്താക്കൾക്ക് സൗജന്യമായി ട്വീറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന മൊബൈൽ ഹ്രസ്വ സന്ദേശങ്ങളുടെ യാത്രയാണ്. ചെറിയ വാക്കുകളിലൂടെയുള്ള വിവരം പങ്കുവയ്ക്കുന്നതിനും മറ്റു ഉപയോക്താക്കൾ അപ്ഡേറ്റ് ചെയ്ത സന്ദേശങ്ങൾ വായിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റാണ്. 2006 ജാക്ക് ഡോസോയാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി ട്വിറ്റർ എന്ന സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് സുഹൃത്തുക്കളെ അറിയിക്കുക എന്ന ശൈലിയാണ് ട്വിറ്ററിൻ്റേത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന 280 അക്ഷരങ്ങളുള്ള ആശയത്തെ ട്വീറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. 280 അക്ഷരങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നതാണ് ഈ ട്വിറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. SMS ഉപയോഗിച്ചും ട്വിറ്റർ വെബ്സൈറ്റിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിന് സാധിക്കും. നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഫോളോവേഴ്സ് എന്നും നമ്മുടെ അപ്ഡേറ്റ് വായിക്കുന്നവരെ ഫോളോവിംഗ് എന്നും പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ അത് നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവരുടെ പ്രൊഫൈലിലും ഒരേ സമയം വരും. ഇന്ന് ട്വിറ്റർ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗം വളരുന്ന വെബ്സൈറ്റുകളിലൊന്നാണ്. 2015 മെയ്യിലെ കണക്കുപ്രകാരം 50 കോടി ഉപയോക്താക്കളുള്ള ട്വിറ്ററിന് 33.2 കോടി സ്ഥിരം ഉപയോക്താക്കളാണുള്ളത്. ഇപ്പോൾ 10 വർഷം മാറി 2025 എത്തിയപ്പോഴേക്കും അതിൽ എത്രയോ ഉപരിയാണ് കണക്കുകൾ. 2006 പ്രവർത്തനം തുടങ്ങിയ ട്വിറ്ററിൻ്റെ 5ാമത്തെ ലോഗോയാണ് എക്സ്. തുടക്കത്തിൽ പച്ച ലോഗോയായിരുന്നു. അത് 2006-2010 കാലഘട്ടത്തിൽ ട്വിറ്റർ എന്ന നീല അക്ഷരങ്ങൾ മാത്രമായിരുന്നു. ലാറി എന്ന നീലപക്ഷി ലോഗോയിൽ വന്നത് 2010-ലാണ്. 2012 ട്വിറ്റർ എന്ന എഴുത്തുമാറ്റി ലാറി എന്ന നീലക്കിളിയെ പരിഷ്കരിച്ച് പുതിയ ലോഗോ സൃഷ്ടിച്ചു. 2012 2023 വരെ ട്വിറ്ററിന്റെ സുവർണകാലത്തെ അടയാളപ്പെടുത്തുന്ന പക്ഷിയാണ് ലാറി എന്ന നീലക്കിളി. കമ്പനിയുടെ കണ്ടന്റ് മോഡറേഷൻ നയങ്ങളുടെ വെളിച്ചത്തിൽ സ്വതന്ത്രമായ സംസാര തത്വങ്ങളോടുള്ള ട്വിറ്ററിന്റെ പ്രതിബദ്ധതയെ മസ്ക് വിമർശിക്കാറുണ്ട്. 2022 ഏപ്രിലിന്റെ തുടക്കത്തിൽ കമ്പനിയുടെ 9%-ലധികം ഓഹരികൾ മസ്ക് വാങ്ങിയതായി SECക്ക് നൽകിയ ഫയലിംഗുകളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. തൊട്ടു പിന്നാലെയാണ് മസ്ക് കമ്പനിയുടെ ബോർഡിൽ ചേരുമെന്ന് ട്വിറ്റർ പ്രഖ്യാപിച്ചതും. എന്നാൽ മസ്ക് അതിനെതിരെ തീരുമാനിക്കുകയും മുഴുവൻ കമ്പനിക്കും വേണ്ടി $44 ബില്യൺ 54.20 വിലയുള്ള ബിഡ് നൽകുകയും ചെയ്തു. ട്വിറ്ററിന്റെ ബോർഡ് ഈ കരാർ അംഗീകരിച്ചു. ഇത് അദ്ദേഹത്തെ കമ്പനിയുടെ ഏക ഉടമയാക്കും. പുതിയ സവിശേഷതകൾ ഉപയോഗിച്ച് ഉൽപ്പന്നം മെച്ചപ്പെടുത്താനും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് അൽഗോരിതങ്ങളെ ഓപ്പൺ സോഴ്സ് ആക്കുകയും സ്പാം ബോട്ടുകളെ പരാജയപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും ആധികാരികമാക്കുക എന്നുള്ളതാണ് കമ്പനിക്കായി തന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതെന്ന് മസ്ക് പറഞ്ഞിട്ടുണ്ട്. 2022 ജൂലൈയിൽ ബോട്ട് അക്കൗണ്ടുകളെ കുറിച്ച് ട്വിറ്റർ മതിയായ വിവരങ്ങൾ നൽകിയിട്ടില്ലെന്നും വാങ്ങൽ കരാറിന്റെ ഒന്നിലധികം വ്യവസ്ഥകളുടെ സാരമായ ലംഘനത്തിലാണ് കമ്പനിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മസ്ക് തന്റെ ബിഡ് പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ട്വിറ്ററിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനായ ബ്രെറ്റ് ടെയ്ലർ മിസ്റ്റർ മസ്കുമായി സംബന്ധിച്ച വിലയിലും നിബന്ധനയിലും ഇടപാട് അവസാനിപ്പിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുകയും ചെയ്തിരുന്നു. കമ്പനി വാങ്ങാൻ മസ്കിനെ നിർബന്ധിക്കാൻ ട്വിറ്റർ കേസ് കൊടുത്തു. 2022 സെപ്റ്റംബറിൽ ട്വിറ്ററിന്റെ ഓഹരി ഉടമകൾ മസ്കിന്റെ ഓഫർ അംഗീകരിക്കാൻ വോട്ട് ചെയ്തു. നിയമ പോരാട്ടം നേരിട്ട മസ്ക് ഒടുവിൽ കരാറുമായി മുന്നോട്ടു പോയി. ഒക്ടോബറിൽ അത് പൂർത്തിയായി. ട്വിറ്ററിന്റെ ഉടമ എന്ന നിലയിൽ മസ്ക് ആദ്യം ചെയ്ത കാര്യങ്ങളിൽ പകുതിയോളം കമ്പനിയെ പിരിച്ചുവിടുകയും ഉപയോക്താക്കൾക്ക് പ്രതിമാസം $8 എന്ന നിരക്കിൽ നീല ചെക്ക് മാർക്ക് വെരിഫിക്കേഷൻ വാങ്ങാൻ അനുവദിക്കുകയും ചെയ്തു. മുമ്പ് ട്വിറ്റർ പ്രമുഖ വ്യക്തികൾക്ക് ഇത് നൽകിയിരുന്നു. ഇതിനു പുറമെ അദ്ദേഹം ട്വിറ്ററിന്റെ കണ്ടന്റ് മോഡറേഷൻ ബോഡി പിരിച്ചുവിടുകയും നിരോധിക്കപ്പെട്ട നിരവധി അക്കൗണ്ടുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും 2021 ജനുവരി 6 US ക്യാപിറ്റൽ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന അന്നത്തെ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റേത്. പല കമ്പനികളും സേവനത്തിൽ നിന്ന് പരസ്യങ്ങൾ പിൻവലിച്ചതോടെ പരസ്യ വരുമാനം കുത്തനെ ഇടിഞ്ഞു. 2023 ജൂലൈയിൽ മസ്ക് കമ്പനിയുടെ പേര് എക്സ് എന്നാക്കി മാറ്റി. മാറ്റത്തിനൊപ്പം ട്വീറ്റുകളും പോസ്റ്റുകളായി.
ടെക് ലോകത്തെ വിസ്മയം ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ വിപണിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. സാറ്റലൈറ്റ് വഴി നേരിട്ട് ഇന്റർനെറ്റ് ലഭിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ വ്യാപകമായത് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സജീവമായി രംഗത്ത് വന്നതോടെയാണ്. രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിലെ കണക്ടിവിറ്റി രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ഈ സാങ്കേതിക വിദ്യയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രധാന അനുമതികളെല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഏതാനും സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയായാൽ അതിവേഗ ഇന്റർനെറ്റ് രാജ്യമെങ്ങും ലഭ്യമാകും. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഇന്റർനെറ്റ് നേരിട്ട് ഉപയോക്താക്കളിലേക്ക് എത്തിക്കുന്ന സേവനമാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ്. കേബിളുകൾ വഴിയോ മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകൾ വഴിയോ വൈഫൈ പോലുള്ള ഏതെങ്കിലും ഉപാധികൾ വഴിയോ ആണ് നിലവിൽ ഇന്റർനെറ്റ് ഡാറ്റ നമ്മുടെ ഫോണുകളിലോ കമ്പ്യൂട്ടറുകളിലോ ഒക്കെ എത്തുന്നത്. എന്നാൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട് ഒരു ഇടനിലക്കാരൻ്റെയും സഹായമില്ലാതെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുകയാണ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡുകൾ ചെയ്യുന്നത്. മോശം കാലാവസ്ഥകൾ സാറ്റലൈറ്റ് ട്രാൻസ്മിഷനെ താൽക്കാലികമായി തടസ്സപ്പെടുത്തിയേക്കാം. കേബിൾ അല്ലെങ്കിൽ ഫൈബർ ഇന്റർനെറ്റിനേക്കാൾ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് താരതമ്യേന ചിലവേറിയതാണ്. താരതമ്യേന സാറ്റലൈറ്റ് ഇന്റർനെറ്റിന്റെ വേഗത മറ്റുള്ളവയെ അപേക്ഷിച്ച് കുറവായിരിക്കും. 100 Mbps വേഗത വരെയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങളുടെ ഡൗൺലോഡിംഗ് വേഗത. നേരത്തെ 750 kbps വേഗതയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് കൈവരിക്കാനായത്. എന്നാൽ സാങ്കേതിക വിദ്യയിലെ പുരോഗതിയും പുതിയ ഉപഗ്രഹങ്ങൾ എത്തിയത് ഉപഗ്രഹ ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ് വഴി നേരിട്ട് ഇന്റർനെറ്റ് ലഭിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ വ്യാപകമായത് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സജീവമായി രംഗത്ത് വന്നതോടെയാണ്. ഇപ്പോൾ മസ്കിന്റെ സ്റ്റാർലിങ്ക് സേവനവും ഇന്ത്യയിലേക്കും എത്തുകയാണ്. ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് സേവനം നൽകുന്നതിന് നിലവിൽ ഭാരതി എയർടെലുമായും റിലയൻസ് ജിയോയുമായും സ്പേസ് എക്സ് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആക്സസ് നൽകുന്നതിനായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് നിർമ്മിക്കുന്ന ഉപഗ്രഹങ്ങളുടെ കൂട്ടമാണ് സ്റ്റാർലിങ്ക്. വിദൂര പ്രദേശങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാർലിങ്ക് രൂപകൽപ്പന ചെയ്തത്. 10,000-കണക്കിന് ചെറു കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട് അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്ന പദ്ധതിയാണിത്. ഇന്റർനെറ്റ് സേവനദാതാക്കൾ ബഹിരാകാശത്തേക്കുള്ള ഒരു ഉപഗ്രഹത്തിലേക്ക് ഒരു ഇന്റർനെറ്റ് സിഗ്നൽ അയക്കുന്നു. അത് പിന്നീട് ഉപയോക്താക്കളിലേക്ക് തിരികെ വരികയും അവരുടെ സാറ്റലൈറ്റ് ഡിഷ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഉപയോക്താവിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന മോഡവുമായി ഡിഷ് ബന്ധിപ്പിച്ചിരിക്കും. ഇത് ഒടുവിൽ അവരുടെ കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റ് സിഗ്നലുമായി ബന്ധിപ്പിക്കും. ഈ പ്രക്രിയ പിന്നീട് ഇന്റർനെറ്റ് സേവനദാതാവിലേക്ക് തിരികെ പോകുകയും ഓരോ തവണയും ആവർത്തിക്കുകയും ചെയ്യും. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്കായി ഇന്റർനെറ്റ് സേവനദാതാക്കൾ പ്രത്യേകതരം ഡിവൈസുകളാണ് നൽകുന്നത്. നേരത്തെ സാറ്റലൈറ്റ് ഇന്റർനെറ്റിനായി വലിയ ഡിവൈസുകൾ ഉപയോഗിച്ചിരുന്നു. സാറ്റലൈറ്റ് ഇന്റർനെറ്റിനായി ഉപയോഗിക്കുന്ന മോഡം ഉപഗ്രഹത്തിന്റെ സിഗ്നലിനെ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ നെറ്റ്വർക്ക് അഡാപ്റ്ററിന് വായിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ്. ഇതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റ് എത്തിക്കുന്നത്. സാറ്റലൈറ്റ് ഇന്റർനെറ്റുമായി ഉപയോഗിക്കുന്ന റൂട്ടറും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനുകളിൽ ഉപയോഗിക്കുന്നവർക്ക് സമാനമായി തന്നെ പ്രവർത്തിക്കും. ആരും സ്വപ്നം കാണാൻ പോലും ധൈര്യപ്പെട്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു ഇലോൺ മസ്കിന്റെ മൂന്നാമത്തെ സംരംഭം. 2002-ൽ $100 മില്യൺ മുടക്കി തുടങ്ങിയ സ്പേസ് എക്സ് ഭൂമി വിട്ട് ബഹിരാകാശത്തെ ലക്ഷ്യമാക്കിയായിരുന്നു ആ യാത്ര. ഒരു സ്വകാര്യ ബഹിരാകാശ സംരംഭം. ആദ്യം അയച്ച 2 റോക്കറ്റുകളും ലക്ഷ്യത്തിലെത്തിയില്ല. പരാജയപ്പെട്ട റോക്കറ്റ് വിക്ഷേപങ്ങൾക്ക് ശേഷം 2008-ൽ സ്പേസ് എക്സ് മസ്കിനെ ഏതാണ്ട് കടക്കെണിയിലാക്കി. പിന്നാലെ ഫാൽക്കൺ 1 വിക്ഷേപം വിജയമായി. കമ്പനി വൻ നേട്ടങ്ങളിലേക്ക് കുതിച്ചു. 2012 മെയ് 22-ന് ഫാൽക്കൺ 9 എന്ന റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ട് സ്പേസ് എക്സ് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ റോക്കറ്റ് ISSലേക്ക് 1000 പൗണ്ട് ഭാരം വരുന്ന സപ്ലൈകൾ എത്തിച്ചു. പിന്നെ ഇപ്പോൾ സ്പേസ് എക്സ് പുനരുപയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ടെസ്ല മോട്ടോഴ്സ് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന ഇലക്ട്രിക് കാർ നിർമ്മിക്കുക, പിന്നെ അതിലുമുപരിയായി ആ ഇലക്ട്രിക് കാർ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാർ എന്ന ആശയത്തോട് ടെസ്ല കാർ എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് ഈ ടെസ്ല മോട്ടോഴ്സ് എന്ന കമ്പനി. 2008-ൽ റോഡ്സ്റ്റർ എന്ന സ്പോർട്സ് കാർ അദ്ദേഹം ആ കമ്പനി മുഖാന്തരം അവതരിപ്പിച്ചു. 0-ൽ നിന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലേക്ക് എത്താൻ 3.7 സെക്കൻഡ്സ് മതി. ലിഥിയം അയൺ ബാറ്ററിയാണ് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കൂടുതൽ കാറുകൾ ഇദ്ദേഹം കണ്ടുപിടിക്കുകയും അതിനായി മറ്റു പല രാജ്യങ്ങളിലും ടെസ്ല എന്ന പേരിൽ കമ്പനി തുടങ്ങുകയും ചെയ്തു. പിന്നെ മനുഷ്യനെ ഭൂമിയെ പോലെ അന്തരീക്ഷമുള്ള മറ്റൊരു ഗ്രഹത്തിൽ എത്തിക്കാനുള്ള
കണ്ടുപിടുത്ത ശ്രമങ്ങളിലായി ഇദ്ദേഹം. പിന്നെ മനുഷ്യന്റെ തലച്ചോറും ശരീരവും കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത മനുഷ്യന്റെ രോഗം നിർണ്ണയിക്കുന്ന വിദ്യയും ഇദ്ദേഹം കണ്ടുപിടിച്ചു. 2002 $100 മില്യൺ മുടക്കി തുടങ്ങിയ സ്പേസ് എക്സ് ഭൂമി വിട്ട് ബഹിരാകാശത്തെ ലക്ഷ്യമാക്കിയായിരുന്നു ആ യാത്ര. ഒരു സ്വകാര്യ ബഹിരാകാശ സംരംഭമായാണ് തുടങ്ങിയതും. ആദ്യം അയച്ച 2 റോക്കറ്റുകളും ലക്ഷ്യത്തിലെത്തിയില്ല. പരാജയപ്പെട്ട റോക്കറ്റ് വിക്ഷേപങ്ങൾക്ക് ശേഷം 2008 സ്പേസ് എക്സ് മസ്കിനെ ഏതാണ്ട് കടക്കണിയിലാക്കി. പിന്നാലെ ഫാൽക്കൺ 1 വിക്ഷേപം വിജയകരമായിരുന്നു. കമ്പനി വൻ നേട്ടങ്ങളിലേക്ക് കുതിക്കുകയും ചെയ്തു. വിദഗ്ധരില്ലാത്ത സാധാരണക്കാരെ ബഹിരാകാശത്തെത്തിച്ച ബഹിരാകാശ ടൂറിസത്തിനും തുടക്കം കുറിച്ചു. ബഹിരാകാശ യാത്രയുടെ ചിലവ് കുറയ്ക്കാനും ചൊവ്വ കുടിയേറ്റം സാധ്യമാക്കുക എന്നെല്ലാമാണ് മസ്കിന്റെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ. മനുഷ്യർക്ക് സ്ഥിരമായി ജീവിക്കാൻ കഴിയുന്ന സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുസ്ഥിര നഗരമാണ് മസ്ക് ചൊവ്വയിൽ ആസൂത്രണം ചെയ്യുന്നത്. 2024 താൻ മനുഷ്യരെ ചൊവ്വയിൽ എത്തിക്കുമെന്നായിരുന്നു മസ്കിന്റെ വാഗ്ദാനം. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പരീക്ഷണ വിക്ഷേപം 10ാം ശ്രമത്തിൽ വിജയിപ്പിച്ചിരുന്നു ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി. നേരത്തെ നടത്തിയ 9 പരീക്ഷണ വിക്ഷേപങ്ങളും ഭാഗികമായോ പൂർണ്ണമായോ പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു സ്റ്റാർഷിപ്പ് പദ്ധതി അനിശ്ചിതത്വം നേരിടുന്നതിനിടെ ഇത്തരത്തിലൊരു നേട്ടം കിട്ടുന്നത്. വിക്ഷേപണം വിജയിപ്പിച്ച സ്പേസ് എക്സ് എഞ്ചിനീയർമാരെ മസ്ക് പ്രശംസിക്കുകയും ചെയ്തിരുന്നു. സ്റ്റാർഷിപ്പ് പേടകം ബഹിരാകാശത്തെത്തുന്നതും ഉപഗ്രഹം വിക്ഷേപിക്കുന്നതും ആദ്യമായായിരുന്നു. മുൻ പരീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൂപ്പർ ഹെവി റോക്കറ്റിനെ ഇത്തവണ മെക്സിക്കൻ ഉൾക്കടലിൽ ഇറക്കുകയാണ് ചെയ്തത്. ബഹിരാകാശ യാത്രയ്ക്കിടെ എഞ്ചിനുകളിലൊന്ന് പരാജയപ്പെട്ടാൽ ബൂസ്റ്റർ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. 2026 കൂടി ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത സ്റ്റാർഷിപ്പിന് 123 മീറ്റർ ഉയരമുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇലോൺ മസ്ക്. 2026 ആകുമ്പോഴേക്കും മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് ഇലോൺ മസ്ക് ഇപ്പോൾ. സ്പേസ് എക്സിനൊപ്പം ടെസ്ലയെയും മസ്ക് വളർത്തിക്കൊണ്ടുവന്നു. ഇലോൺ മസ്ക് കമ്പനിയിലേക്ക് വരും മുമ്പ് തന്നെ, അതായത് 2003 തന്നെ ടെസ്ല ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യം കാരണം നിർമ്മിച്ച കാറുകൾ വിപണിയിൽ വിറ്റുപോയില്ല. 2008 മസ്കും ടെസ്ലയും പാപ്പരാകുന്ന അവസ്ഥയിലെത്തി. കടം വാങ്ങി വീട് വിറ്റു. അക്കാലത്ത് ദിവസവും 22 മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്തിരുന്നുവെന്ന് മസ്ക് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. 2010 US സർക്കാരിൽ നിന്നും $465 മില്യൺ ധനസഹായം ലഭിച്ചതോടെയാണ് ടെസ്ല കരകയറിയത്. പിന്നീട് ടെസ്ലയ്ക്ക് വെച്ചടി കയറ്റമായിരുന്നു. വ്യക്തിപരമായ ആഡംബരങ്ങളൊന്നുമില്ല എന്നാണ് മസ്ക് അവകാശപ്പെടാറുള്ളത്. സ്വന്തമായി വീടില്ല, ആഡംബര നൗകയില്ല, അവധിയെടുക്കാറില്ല, സ്വന്തമായി വിമാനമുണ്ട്, അത് ജോലി ആവശ്യത്തിനാണ്. ടെസ്ലയിലെ ബേ ഏരിയയിൽ പോകുമ്പോൾ കൂട്ടുകാരുടെ വീടുകളിലാണ് താമസമെന്ന് ഇലോൺ മസ്ക് പറയാറുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കുന്നതിനിടെ ഇലോൺ മസ്ക് ഇടയ്ക്ക് വിവാദങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ടെസ്ലയെ പ്രൈവറ്റ് ആക്കാൻ പോകുന്നുവെന്ന മസ്കിന്റെ 2017 ട്വീറ്റ് ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു. കാലിഫോർണിയയിലെ പാലോ ആൾട്ടോ ആസ്ഥാനമായുള്ള ഒരു അമേരിക്കൻ ഓട്ടോമോട്ടീവ് എനർജി വാഹന നിർമ്മാണ കമ്പനിയാണ് ടെസ്ല. മുമ്പ് ടെസ്ല മോട്ടോഴ്സ് എന്നായിരുന്നു പേര്. വൈദ്യുത കാറുകളുടെ ഡിസൈൻ, നിർമ്മാണം, വിൽപ്പന കൂടാതെ വാഹന ഘടകങ്ങളുടെയും ബാറ്ററി തുടങ്ങിയവയുടെ നിർമ്മാണവും കമ്പനി ചെയ്യുന്നുണ്ട്. ജൂലൈ 23 പ്രവർത്തനം ആരംഭിച്ച കമ്പനി ഭൗതിക ശാസ്ത്രജ്ഞനായ നിക്കോള ടെസ്ലയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അമേരിക്കൻ ഓഹരി വിപണിയായ നസ്ഡാക്കിൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2013 ആദ്യപാദത്തിലാണ് ആദ്യമായി കമ്പനി ലാഭം നേടിയത്. ടെസ്ല റോഡ്സ്റ്റർ എന്ന പൂർണ്ണമായും വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ സ്പോർട്സ് കാർ നിർമ്മിച്ചതോടെ കമ്പനി ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. തുടർന്ന് മോഡൽ എസ് എന്ന പേരിൽ ഒരു മുന്തിയ സൗകര്യങ്ങളുള്ള സെഡാനും പിന്നാലെ ക്രോസ് ഓവർ വാഹനമായ മോഡൽ എക്സും വിപണിയിലെത്തിച്ചു. 2015 ലോകത്തിലെ ഏറ്റവും വിൽപ്പന നേടിയ വൈദ്യുതി കാറായി മോഡൽ എസ്. ഡിസംബർ 2015 കണക്ക് പ്രകാരം 1 ലക്ഷം മോഡൽ എസ് കാറുകളാണ് വിറ്റഴിച്ചത്. നിസാൻ ലീഫിന് പിന്നിൽ ഏറ്റവും വിൽപ്പന നേടുന്ന രണ്ടാമത്തെ കാറുമായി മോഡൽ എസ് മാറിയിരുന്നു. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കുമായി വേഗത്തിൽ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഉപകരണങ്ങളും ടെസ്ല നിർമ്മിക്കുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ ചാർജിംഗ് പരിപാടി എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി പ്രകാരം കടകൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ വേഗത്തിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനവും കമ്പനി ഒരുക്കി കൊടുക്കും. ഇടത്തരം ഉപഭോക്താക്കൾക്ക് സഹായകരമാകുന്ന രീതിയിൽ വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്നതാണ് ഇനിയുള്ള ലക്ഷ്യമെന്ന് CEO ഇലോൺ മസ്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
2017 ടെസ്ല സ്വയം നിയന്ത്രിതമായ ഓട്ടോ പൈലറ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കാറ് പുറത്തിറക്കി. സെമി ഓട്ടോണമസ് ഡ്രൈവർ അസിസ്റ്റന്റിലാണ് പ്രവർത്തിക്കുന്നത്. പാത കേന്ദ്രീകരണം, അഡാപ്റ്റീവ് ക്രൂയിസ് നിയന്ത്രണം, സ്വയം പാർക്കിംഗ്, പാതകൾ സ്വപ്രേരിതമായി മാറ്റാനുള്ള കഴിവ്, ഗരേജിലേക്കോ പാർക്കിംഗ് സ്ഥലങ്ങളിലേക്കോ കാറിനെ വിളിക്കാനുള്ള കഴിവ് എന്നിവയുള്ള ഒരു നൂതന സവിശേഷതയാണ് ടെസ്ല ഓട്ടോ പൈലറ്റിലുള്ളത്. ഏറെ കൊട്ടിഘോഷിച്ചായിരുന്നു ടെസ്ല ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് കാലെടുത്തു വെച്ചതും. എന്നാൽ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ശാന്തമാണ് ഇപ്പോൾ രാജ്യത്ത് കമ്പനിയുടെ അവസ്ഥ. 2025 സെപ്റ്റംബറിൽ ഡെലിവറി ആരംഭിച്ചത് മുതൽ IANSന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 157 യൂണിറ്റ് വാഹനങ്ങൾ മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞത്. വാഹൻ പോർട്ടലിൽ നിന്നും ശേഖരിച്ച നവംബർ മാസത്തിലെ കണക്കുകൾ പ്രകാരം 48 മോഡൽ Y മാത്രമാണ് ടെസ്ലയ്ക്ക് ഇന്ത്യൻ നഗരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നത്. എതിരാളികളെ അപേക്ഷിച്ച് ഏറെ ദൂരം പിറകിലാണ് കമ്പനി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. BMW, മെഴ്സിഡസ് ബെൻസ് തുടങ്ങിയ ആഡംബര വാഹന നിർമ്മാതാക്കളുടെ EVകൾ യഥാക്രമം 267ഉം 69ഉം യൂണിറ്റുകളാണ് നവംബറിൽ വിൽപ്പന നടന്നിരിക്കുന്നത്. സെപ്റ്റംബറിലെ കണക്കുകളിലും 307, 95 യൂണിറ്റ് EVകളുമായി ടെസ്ലയെ ഏറെ ദൂരം പിന്നിലാക്കാൻ BMWവിനും മെഴ്സിഡസ് ബെൻസിനും കഴിഞ്ഞിരുന്നു. വോൾവോയും 22 യൂണിറ്റ് EVകൾ നിരത്തിലെത്തിച്ച് തങ്ങളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയ മാസമായിരുന്നു സെപ്റ്റംബർ. ടെസ്ലയുടെ ജനപ്രിയ ഇലക്ട്രിക് SUVകളിലൊന്നായ മോഡൽ Y മാത്രമേ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളൂ. റിയൽ വീൽ ഡ്രൈവ്, ലോങ് റേഞ്ച് റിയർ വീൽ ഡ്രൈവ്, ലോങ് റേഞ്ച് ഓൾ വീൽ ഡ്രൈവ് എന്നിങ്ങനെയുള്ള മോഡലുകളാണ് Yയിലുള്ളത്. ഇന്ത്യയിൽ റിയൽ വീൽ ഡ്രൈവ്, ലോങ് റേഞ്ച് എന്നീ മോഡലുകൾ മാത്രം. റിയൽ വീൽ ഡ്രൈവിന് 500 കിലോമീറ്ററാണ് WLTP റേഞ്ച്. മണിക്കൂറിൽ 0 മുതൽ 100 കിലോമീറ്റർ വേഗതയിലേക്ക് കുതിക്കാൻ വെറും 5.9 സെക്കൻഡ്സ് മാത്രം മതി. സൂപ്പർ ചാർജർ ഉപയോഗിച്ചാൽ 15 മിനിറ്റിൽ 238 കിലോമീറ്റർ ഓടാനുള്ള ചാർജും ലഭിക്കും. ലോങ് റേഞ്ച് റിയൽ വീൽ ഡ്രൈവ് മോഡലിന്റെ WLTP റേഞ്ച് 622 കിലോമീറ്ററാണ്. 100 കിലോമീറ്റർ വേഗത്തിലേക്ക് കുതിക്കാൻ വെറും 5.6 സെക്കൻഡ് മാത്രം മതി ഈ മോഡലിന്. 15 മിനിറ്റിൽ 265 കിലോമീറ്റർ ഓടാനുള്ള ചാർജും ലഭിക്കും. എന്തിനും മസ്കിന്റെ കയ്യിൽ ഒരു പ്ലാൻ B ഉണ്ട്. അത് പല വിവാദങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതുവരെയുള്ള ചരിത്രം വിലയിരുത്തിയാൽ മസ്കിന്റെ യുദ്ധമുറകൾ ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന് ചുരുക്കം. എന്നാൽ ഒരൊറ്റ വ്യക്തി ഈ ടെക് ലോകം സ്വന്തമായി അടക്കി ഭരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാവില്ലേ എന്നതും ഉയരുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.